വള്ളുവനാടിന്റെ ലാളിത്യവും നന്മയും നിറഞ്ഞ ഭാഷയുമായി മലയാള സാഹിത്യ ലോകത്തേക്ക് ചേക്കേറിയ MD വായനക്കാർക്ക് ആസ്വാദനത്തിന്റെ പുത്തൻ ലോകമാണ് സമ്മാനിച്ചത്. നമുക്കൊപ്പം നമ്മളുടെ ആരൊക്കെയായി ഇന്നും ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ് MD നൽകിയത്. ലളിതമായ ഭാഷയിലൂടെ മലയാളി മനസ്സിലേക്ക് അരിച്ചിറങ്ങിയ കഥകളും കഥാപാത്രങ്ങളും. വിക്ടോറിയ കോളേജിൽ നിന്നും രസതന്ത്രം പഠിച്ചിറങ്ങി അധ്യാപക ജീവിതം തിരഞ്ഞെടുത്തപ്പോഴും സർഗാത്മകത കൈവിടാതെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു. പിന്നീട് പത്രപ്രവർത്തനം MDക്ക് സാഹിത്യത്തോട് അടുക്കാനുള്ള മറ്റൊരു മാർഗമായി മാറി. എഴുത്തുകാരനായ ശേഷം പിന്നീട് ചലച്ചിത്ര മേഖലയ്ക്ക് MD നൽകിയ സംഭാവനകളും വിലമതിക്കാനാവാത്തതാണ്. മലയാളിയുടെ കുടുംബ വൈവാഹിക ജീവിതങ്ങളെ വരച്ചിട്ട 3 പ്രധാന നോവലുകൾ ഉണ്ടായിട്ടുണ്ട് MDയിൽ നിന്ന്. കേരളത്തിൽ നടമാടിയിരുന്ന ജാതി ഭ്രാന്തിനെ വെല്ലുവിളിച്ച അസുരവിത്ത്, ക്ഷയിച്ചു തുടങ്ങിയ തറവാടുകളുടെ അകത്തളത്തിലെ കഥകൾ പറഞ്ഞ നാലുകെട്ട്, സേതുവിന്റെ യൗവനത്തിലൂടെ സഞ്ചരിച്ച് കഥ പറഞ്ഞ കാലം, ഇങ്ങനെ മലയാളികൾ നെഞ്ചോടടുക്കിയ MT പ്രമേയങ്ങൾ അനവധിയാണ്. പിന്നീടാണ് മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളിൽ ഒന്നായ രണ്ടാം ഊഴം വരുന്നത്. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ ഒളിപ്പിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ എനിക്കിഷ്ടം ഞാൻ അറിയുന്ന നിളാ നദിയാണെന്ന് പറഞ്ഞയാളാണ് MT. എന്നാൽ അദ്ദേഹം രണ്ടാം ഊഴം എഴുതിയത് ഏറ്റവും ഭ്രമാത്മകതയും അത്ഭുതങ്ങളും നിറഞ്ഞ മഹാഭാരതം എന്ന ഇതിഹാസം അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്തുകൊണ്ട് എന്നത് MT തന്നെ പറയുന്നുണ്ട്. ശിഥിലമായ കുടുംബ ബന്ധങ്ങളും അവക്കിടയിൽപ്പെട്ട മനുഷ്യരും എൻ്റെ ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ മുമ്പ് എനിക്ക് വിഷയമായിട്ടുണ്ട്. കുറെ കൂടി പഴയ ഒരു കാലഘട്ടത്തിലെ കുടുംബകഥയാണ് ഞാനിവിടെ പറയുന്നത് എന്ന വ്യത്യാസമേ ഉള്ളൂ. നാലുകെട്ട് അനശ്വരമാക്കിയ കഥാകാരൻ ആ കാഴ്ചയിലൂടെ അപ്പുണ്ണിയെ പോലെ മഹാഭാരതത്തിലെ ഭീമനെ അതിന്റെ കേന്ദ്രത്തിൽ സ്ഥാപിക്കുകയാണ് ചെയ്തതെന്ന് വ്യക്തം. വർഷങ്ങളോളം നീളുന്ന കുടുംബ കലഹം തകർത്തെറിഞ്ഞ കുരുവംശം എന്ന തറവാടിന്റെ കഥ രണ്ടാം ഊഴം. പാണ്ഡവരിലെ രണ്ടാമനായ ഭീമസേനന്റെ കാഴ്ചകളിലൂടെ ചിന്തകളിലൂടെ മഹാഭാരതം ചുരുൾ നിവരുന്ന രണ്ടാം ഊഴം. മഹാഭാരതത്തിന്റെ ഒരു സ്ത്രീപക്ഷ വായനയ്ക്ക് തന്നെ MT രണ്ടാം ഊഴത്തിലൂടെ ശ്രമിക്കുന്നുണ്ട്. കുരുവംശത്തിലെ പുരുഷന്മാരെ ഗാന്ധാരിയെ കൊണ്ട് രൂക്ഷമായി വിമർശിപ്പിക്കുന്ന ഭാഗവും നോവലിലുണ്ട്. കുരുവംശത്തിലെ പുരുഷന്മാർ മുഴുവൻ സ്ത്രീകളുടെ കണ്ണീർ കണ്ട് രസിച്ചവരാണ്. വരാൻ പോകുന്ന നിങ്ങളുടെ വധുക്കളെ ഓർത്താണ് എനിക്കിപ്പോൾ ദുഃഖം. അന്ധന്മാർക്കും ഷണ്ടന്മാർക്കും വേണ്ടി ആത്മാഹുതി ചെയ്ത രാജാങ്കനകളുടെ നെടുവീർപ്പുകൾ എന്നും ഈ കൊട്ടാരക്കെട്ടിൽ തേങ്ങി നടക്കുകയാണെന്ന് ഗാന്ധാരി പറയുന്നു. അർജുനനെ രക്ഷിക്കാനായി ശ്രീകൃഷ്ണൻ കാട്ടാളത്തിയായ ഹിഡിംബിയിൽ പിറന്ന തന്റെ മകനെ പടക്കളത്തിൽ കർണന്റെ മുന്നിലേക്കെറിഞ്ഞ് ബലി കൊടുത്തതും ഭീമൻ കണ്ടുനിന്നു. ഒടുവിൽ ഒരു കാട്ടാളനിൽ പിറന്ന മകനാണ് താനുമെന്ന സത്യം ഭീമൻ തിരിച്ചറിയുന്നു. വർണ്ണവിവേചനത്തിന്റെ തലങ്ങളിലേക്ക് ആ പുരാണ കഥയെ വികസിപ്പിക്കുകയാണ് MT ഇതിലൂടെ. വർണ്ണവ്യവസ്ഥയാൽ ചുറ്റിവരിയപ്പെട്ട ഒരു കാലത്ത് മനുഷ്യർ അനുഭവിക്കുന്ന വൈവിധ്യമാർന്ന ദുഃഖങ്ങളിലൂടെ ആ കാലത്തിന്റെ പരിമിതികളിലേക്ക് നമ്മെ നയിക്കുകയാണ് രണ്ടാം ഊഴം. പരിപാവനമെന്ന് ചിലർ പാടിപ്പുകഴ്ത്തുന്ന അക്കാലത്ത് മനുഷ്യർ അനുഭവിച്ച നൊമ്പരങ്ങളുടെ ശക്തമായ വ്യാഖ്യാനമാണ് MT നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. വർണ്ണവ്യവസ്ഥയോടുള്ള വിമർശനം തന്നെയായി ഈ കൃതി മാറുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ പ്രക്രിയയിലെ ഇടപെടൽ കൂടിയായി രണ്ടാം ഊഴം മാറുന്നുണ്ട്. അധ്യാപകൻ, പത്രാധിപൻ എന്നീ നിലകളിലും പ്രവർത്തിച്ച ഇദ്ദേഹത്തിന് പത്മഭൂഷൺ, ജ്ഞാനപീഠം എന്നിവയുൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. 1995 ഭാരതത്തിലെ സാഹിത്യരംഗത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം MTക്ക് ലഭിച്ചു. 2005 MTയെ പത്മഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം ആദരിച്ചു. 2013 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി. 1973 ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു. ജീവിതം തകർന്ന അവസ്ഥയിൽ ഇത്രനാളും ആരാധിച്ച ദേവി വിഗ്രഹത്തിൽ കാറിത്തുപ്പുന്ന വെളിച്ചപ്പാടിന്റെ കഥ പറയുന്ന നിർമാല്യം. ഇന്നത്തെ സാഹചര്യത്തിലാണ് ഈ ചിത്രം ഇറങ്ങുന്നതെങ്കിൽ ഒരു കലാപം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം വിശപ്പാണെന്ന തിരിച്ചറിവാണ് നിർമാല്യം നമുക്ക് നൽകിയത്. സാധാരണക്കാരൻ മുതൽ ബുദ്ധിജീവികൾക്ക് വരെ MTയിലേക്ക് എത്തിച്ചേരാൻ ഒരു പാലമുണ്ടെന്നാണ് ആ എഴുത്തിലെ അപൂർവത. എണ്ണമറ്റ അംഗീകാരങ്ങൾ തേടിയെത്തിയ MT മലയാളത്തിന്റെ അനുഗ്രഹവും അഭിമാനവുമാണ്. എന്തെഴുതിയാലും അതിൽ സർഗാത്മകത വിരിയിക്കുന്ന അക്ഷരങ്ങളുടെ ചക്രവർത്തിക്ക് നവതിയുടെ ഈ ധന്യമുഹൂർത്തത്തിൽ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു.